നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. വൈറ്റ് ഹൌസ് ആക്രമണ കേസിൽ ഇന്ത്യക്കാരൻ കുറ്റക്കാരനെന്ന് കോടതി. നാസി ജർമ്മനിയുടെ ആശയങ്ങൾ നടപ്പാക്കാനാണ് പ്രതി ലക്ഷ്യമിട്ടതെന്നും US അറ്റോർണി അറിയിച്ചു. കോവിഡിന്റെ ഏറ്റവും പുതിയ വകഭേദമായ ഫ്ലർട്ട് UK-യിൽ പടരുന്നതായി റിപ്പോർട്ട്. മെയ് 7 വരെയുള്ള ആഴ്ചയിൽ പുതിയ കോവിഡ് ലക്ഷണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 2000-ഓളം പേരിലെന്നാണ് കണക്കുകൾ. ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ പ്രകാരം ഇംഗ്ലണ്ടിലെ സ്കൂളുകളിൽ 9 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ലൈംഗിക വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നത് നിരോധിക്കുമെന്ന് റിപ്പോർട്ട്. വ്യക്തമായ മാർഗനിർദ്ദേശം അധ്യാപകർക്ക് പിന്തുണയും രക്ഷിതാക്കൾക്ക് ആശ്വാസവും നൽകുമെന്ന് സർക്കാർ വിശ്വസിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഗാസയിൽ ഇസ്രയേൽ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഹമാസ്. റഫേലും ജബൽ അലിയിലും നിന്നുള്ള ഏറ്റുമുട്ടൽ ദൃശ്യങ്ങളാണ് ഹമാസിന്റെ സൈനിക വിഭാഗമായ ഖസം ബ്രിഗേഡ് പുറത്തുവിട്ടത്. അമേരിക്കൻ വിപണിയിൽ ആധിപത്യം ഉറപ്പിക്കുന്ന ചൈനയെ പിടികൂടാൻ പുതുതായി അധിക നികുതി ചുമത്തി ബൈഡൻ ഭരണകൂടം. കമ്പ്യൂട്ടർ ചിപ്പുകൾക്ക് അടുത്ത വർഷമാകും നികുതി വർധനവ് ഉണ്ടാവുകയെന്നും റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ ചൊവ്വാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 3ാം തവണയാണ് മോദി വാരണാസിയിൽ മത്സരിക്കുന്നത്. നുഴഞ്ഞുകയറ്റക്കാർ, കൂടുതൽ കുട്ടികളുള്ളവർ എന്നീ വിവാദ പരാമർശങ്ങളിൽ പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താൻ മുസ്ലിങ്ങളെക്കുറിച്ച് മാത്രമല്ല എല്ലാ ദരിദ്ര കുടുംബങ്ങളെക്കുറിച്ചുമാണ് സംസാരിച്ചതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. മഞ്ഞപ്പിത്ത ജാഗ്രതയിലാണ് കേരളമെന്നും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂവെന്നും മന്ത്രി വീണ ജോർജ്. മലപ്പുറത്ത് പ്രതിരോധ അവബോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി മന്ത്രി. പന്തീരങ്കാവ് ഗാർഹിക പീഡനത്തിൽ ഭർത്താവിന്റെ ആക്രമണം തെറ്റല്ല എന്ന് കരുതുന്ന പോലീസുകാർ സേനയ്ക്ക് അപമാനമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. വനിതാ കമ്മീഷൻ ഇന്നലെ തന്നെ പരാതി രജിസ്റ്റർ ചെയ്തുവെന്നും പി സതീദേവി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. IPL മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജെയിൻസ് പരാജയപ്പെട്ടതോടെ പ്ലേ ഓഫ് ഉറപ്പിച്ച് രാജസ്ഥാൻ റോയൽസ്. ചൊവ്വാഴ്ച നടന്ന മത്സരത്തിൽ ലക്നൌ ഡൽഹി ക്യാപിറ്റൽസിനോട് പരാജയപ്പെട്ടതോടെയാണ് രാജസ്ഥാൻ പ്ലേ ഓഫ് ഉറപ്പിച്ചത്. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദവിവരങ്ങൾക്കും ആനന്ദ് TV ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.